ഹലോ, ഇതെവിടെയാണെന്ന് മനസ്സിലായോ? വടകരക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ ഇതാണ് കോഴിക്കോട് ജില്ലയിലെ വടകരയിലുള്ള മുത്തപ്പൻ മല അല്ലെങ്കിൽ പയൻകുറ്റി മല എന്നറിയപ്പെടുന്ന സ്ഥലം. അപ്പൊ ഇത് നമ്മൾ ലോകനാർക്കാവ് റോഡ് കയറിയാൽ ലോകനാർക്കാവിന്റെ മുമ്പിലോട്ട് കുറച്ച് മുന്നോട്ടേക്ക് പോയാൽ വലത് സൈഡിൽ ഒരു റോഡ് കാണാം. ഈ ഒരു റോഡ് നേരെ ചെല്ലുന്നത് ഈ മുത്തപ്പൻ മലയിലേക്കാണ്. അപ്പോൾ ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് ലോകനാർക്കാവും കാണാൻ പറ്റും. പോകുന്ന വഴിയിലെ കാഴ്ചകളും മനോഹരമാണ്. ഞാനൊരു 4 വർഷം മുൻപാണ് മുത്തപ്പൻ മലയിൽ വന്നത്. വീടിന്റെ അടുത്താണെങ്കിൽ കൂടി ഇതുവരെ വരാൻ പറ്റിയില്ല. അപ്പൊ ഇപ്പൊ ഒരുപാട് മാറ്റങ്ങൾ വന്ന് ഒരു മനോഹരമായ ഒരു സ്ഥലമായിട്ട് മുത്തപ്പൻ മല മാറിയിരിക്കുന്നു. സൂര്യാസ്തമയവും സൂര്യന്റെ ഉദയവുമാണ് ഇവിടുത്തെ 2 മനോഹര കാഴ്ചകൾ. ഞങ്ങളിപ്പോ വൈകുന്നേരം 5 മണിക്ക് ശേഷമാണ് എത്തിയിരിക്കുന്നത്. അതാ അവിടെ ഇങ്ങനെ സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പ്രത്യേക ഒരു സൗന്ദര്യമാണ് ഈ ഒരു സ്ഥലത്ത് വൈകുന്നേരം. അതേപോലെ തന്നെ എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം, ഈ ഒരു സ്ഥലം കൂടുതൽ സുരക്ഷിതമാണ്. കാരണം ആ കൈവരികളൊക്കെ കണ്ടില്ലേ, അപ്പോൾ കുട്ടികൾക്ക് ഓടിക്കളിക്കാനായിക്കോട്ടെ നല്ല സുരക്ഷിതമായ ഒരു സ്ഥലം കൂടിയാണിത്. അപ്പൊ നിങ്ങളൊരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, പലരും വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ്. അപ്പൊ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇരിപ്പിടങ്ങളൊക്കെ മനോഹരമായിട്ട് സജ്ജീകരിച്ചിരിക്കുന്നു. വെറും ഒരു കുന്നായിരുന്ന ഈ ഒരു പ്രദേശം ഇന്ന് മനോഹരമായ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് മാറിയിരിക്കുന്നു. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, മുത്തപ്പന്റെ ഒരു ക്ഷേത്രമുണ്ട്. അതുകൊണ്ടാണ് ഇത് മുത്തപ്പൻ മല അല്ലെങ്കിൽ പയൻകുറ്റി മല എന്നൊക്കെ അറിയപ്പെടുന്നത്. ക്യാൻറ്റീൻ ഉണ്ട്, ക്യാൻറ്റീൻ്റെ പുറകിലോട്ടാണ് ക്ഷേത്രം വരുന്നത്. അപ്പോൾ ഇന്ന് ഇവിടെ വെള്ളാട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഞങ്ങൾക്ക് മുത്തപ്പന്റെ വെള്ളാട്ട് കാണാൻ പറ്റി. എല്ലാ ദിവസവും വെള്ളാട്ട് ഉണ്ടാവില്ല, നമ്മൾ ഓരോരുത്തർ ബുക്ക് ചെയ്യുന്നതനുസരിച്ചായിരിക്കും വെള്ളാട്ട്. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇനി അടുത്തത് മെയ് 5-ാം തീയതി ഇവിടെ വെള്ളാട്ടുണ്ടെന്നാണ് പറഞ്ഞത്. വെള്ളാട്ടുള്ള ദിവസങ്ങളിൽ അവിടെ ഉച്ചയ്ക്ക് ഭക്ഷണം ഉണ്ടാവും, അതേപോലെ തന്നെ വൈകുന്നേരം പായസം ഉണ്ടാവും. അപ്പൊ മറക്കണ്ട, അടുത്ത വെള്ളാട്ട് മെയ് 5-ാം തീയതി ആണ്. ഞാനും ആ ഡേറ്റ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്കൊക്കെ മെയ് 5-ാം തീയതി വന്നാല് ഈ മനോഹരമായ സ്ഥലവും കാണാൻ പറ്റും, അതോടൊപ്പം മുത്തപ്പന്റെ വെള്ളാട്ടും കാണാൻ പറ്റും. അവിടെ ഇരുന്ന് ഞങ്ങൾ 4 പേരും പായസമൊക്കെ കുടിച്ചു. അതുപോലെ തന്നെ മുത്തപ്പന്റെ പ്രസാദവും കിട്ടി, പുഴുങ്ങിയ കടലയും തേങ്ങയും. പിന്നെ ക്യാൻറ്റീനിൽ നിന്ന് ഗേൾസിന് പറ്റിയ കടല മിഠായിയും മേടിച്ചു. ലൈറ്റുകളെല്ലാം തെളിഞ്ഞപ്പോ ഒന്നുകൂടി ഒന്ന് ഭംഗിയായി. മനോഹരമായൊരു ഫ്രെയിം കണ്ടോ, എന്ത് രസല്ലേ. പിന്നെ ഇവിടുന്ന് നോക്കിയാൽ നമ്മുടെ വടകര മുഴുവനായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ശാന്തമായി കുറച്ചു നേരം ഇരിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ മുത്തപ്പൻ മലയിലേക്ക് വിട്ടോളൂ. കാരണം അതിന് പറ്റിയ ഒരു സ്ഥലമാണ് ഈ മുത്തപ്പൻ മല. പിന്നെ ഇതൊരു സ്റ്റേജ് സെറ്റപ്പാണ്. ഇതിന്റെ മുകളിലൂടെ കയറിയാൽ നമുക്ക് ഒന്നുകൂടി ഭംഗിയുള്ള കാഴ്ചകൾ കാണാൻ പറ്റും. അപ്പൊ ഞങ്ങള് പിള്ളേരെയും കൂട്ടി ഒന്ന് മുകളിൽ കയറാന്ന് വിചാരിച്ചു. ഇതൊക്കെയാണ് മുത്തപ്പൻ മലയിലെ മനോഹരമായ കാഴ്ചകള്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് പെട്ടെന്ന് തന്നെ കാണാം.